അതെന്ന് പറയുമ്പോ കുണ്ടി വെച്ചാണെങ്കിൽ ഹണി റോസ്, സ്വഭാവം വെച്ചാണെങ്കിൽ അല്ല കഴിച്ചു ടീച്ചർ. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് മനസ്സിലായിക്കോളെ. ബോച്ചയ്ക്കാണോ ഹണി റോസിനാണോ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നോക്കിയാലോ? ഓക്കെ, അതോളം വെറൈറ്റി ആൻസർ. നീ അതുകൊണ്ട് ഓ അങ്ങനെ വീട്ടുകാർ അറിയണാണല്ലോ അല്ലേ വെള്ളം അടിക്കുന്നത്. നാളെ തൊട്ട് അറിഞ്ഞോളും, കുഴപ്പമൊന്നുമില്ല. പറടാ എടാ, നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് വന്നാണോ? ഇന്ന് കട്ട് ചെയ്ത് തന്നെയാണല്ലേ? തോന്നിയെന്ന് യൂണിഫോം ഇട്ട് ഇറങ്ങിയപ്പോ വേണ്ട. എന്നാലും ചെറുതായിട്ട് ഇതിനാണോ ബോച്ചനാണോ സപ്പോർട്ട് ചെയ്യണ? എന്തുകൊണ്ടാന്നും പറ. പോരട്ടെ, രണ്ടും കൊള്ളാം. രണ്ടും കൊള്ളാണ്. ആരെ കൊള്ളാന്നല്ലേ ഉദ്ദേശിച്ചു? ആരെ സപ്പോർട്ട് ചെയ്യണം, എന്തുകൊണ്ടാന്ന് ഉദ്ദേശിച്ചത്? ആരെ സപ്പോർട്ട് ചെയ്യണം പറ. പോരട്ടാ, ബോച്ചെങ്കി ബോച്ചനെ. എന്തുകൊണ്ടാ ബോച്ചനെ എന്തുകൊണ്ടാ സപ്പോർട്ട് ചെയ്യുന്നത്? പുള്ളി നല്ലൊരു മനുഷ്യനാണ്. അപ്പൊ ഹണി റോസ് നല്ലൊരു മനുഷ്യല്ലേ? സിഗ്മ മെയിലാണ്. ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് എല്ലാ RC സംഭവം പറഞ്ഞായിരുന്നോ? അതിനകത്ത് ആരെ സപ്പോർട്ട് ചെയ്തു? ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യോ ബോച്ചനെ സപ്പോർട്ട് ചെയ്യോ? ബോച്ചനെയോ? എന്താ ബോച്ചനെ സപ്പോർട്ട് ചെയ്യണേ? ഹണി റോസ് മണ്ടത്തിയാണ്. ഹണി റോസ് മണ്ടത്തിയാണോ? എടാ പിന്നെ പോലീസ് നോക്കുവോ? ഇന്ന നാളെ പോലീസ് നോക്കും. ഹണി റോസ് മണ്ടത്തി. നിന്നെ പോക്കി ബോച്ചനെ സപ്പോർട്ട് ചെയ്യണേ കാര്യം എന്താന്ന് പറ. ബോച്ച അടിപൊളിയായോണ്ട് സഹായം ചെയ്യുന്നുണ്ട്. സഹായം ചെയ്യുന്നുണ്ട്. വയനാട് ദുരന്തത്തിലോ? വയനാട് ദുരന്തത്തിൽ എന്ത് സഹായിച്ചെന്ന് പറയുന്ന? അതെന്താ പറഞ്ഞ കേട്ടില്ല. ലേശം വട്ടായതിനാൽ. ലേശം വട്ടുണ്ടാവും. നിങ്ങൾ എല്ലാരും എവിടുന്ന് വരുന്നേ? കോഴിക്കോടോ? നിങ്ങളെ സംരക്ഷകരൊക്കെ എവിടെ? ഒപ്പാരില്ലേ? അങ്ങോട്ട് പോയോ? നിങ്ങൾ ഇവിടെ നിക്കണോ? നമ്മൾ പോയി. നമ്മൾക്ക് എന്നിട്ട് വിട്ടോട്ട് പൊക്കോ. അപ്പൊ അസ്സലാമലൈക്കും. അല്ല വാലൈക്കും സലാം. ആരെ സപ്പോർട്ട് ചെയ്ത്? ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യാം. ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യാം. എന്തുകൊണ്ടാ? കാര്യം എന്താ? അല്ല എന്തുകൊണ്ടാ ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യണേന്ന്? അത് നമ്മള് ഞാനൊന്നും വായിച്ചിട്ടില്ല. വായിച്ചിട്ടില്ലേ? ഹണി റോസ് ഞാനത് യൂട്യൂബ് നോക്കാനേ എനിക്ക് നേരില്ല. ഓക്കെ. എന്നാലും ഏകദേശം ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവില്ല. അത് വെച്ചിട്ട് പറ. ആര് ചേച്ചി സപ്പോർട്ട് ചെയ്യുന്നേ? ഹണി റോസിനെന്ന് പറഞ്ഞില്ലേ? എന്തുകൊണ്ടാ? കാരണം എന്താ? മെയിനായിട്ട് ഹണി റോസ് ആയിരിക്കും. ഹണി റോസ് ആയിരിക്കും. ഹണി റോസ് ആയിരിക്കുന്നു. അല്ല എന്താ കാരണം എന്താന്ന് ചോദിച്ചു. കാരണം എനിക്കറിയില്ല. കാരണം ഒന്നും ഇല്ലേ? അപ്പൊ ബോച്ചനെ സപ്പോർട്ട് ചെയ്യാത്ത എന്താ? വിഷയം മനസ്സിലായിരുന്നു എന്താ സംഭവം എന്നുള്ള? ഹണി റോസിനെ ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ട് ബോച്ച അറസ്റ്റ് ആയിരുന്നല്ലോ. അപ്പൊ അതിൽ ഹണി റോസിനാണ് ചേച്ചി സപ്പോർട്ട് ചെയ്തത്, ബോച്ചനാണോ സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. ചേച്ചി ഹണി റോസിനാന്ന് പറഞ്ഞു, പക്ഷെ അതിന്റെ കാരണം എന്താന്ന് എനിക്ക് പറഞ്ഞില്ല. അതറിയില്ല. കാരണം ഒന്നും ഇല്ലാണ്ട് സപ്പോർട്ട് ചെയ്യാന്നില്ലേ? അല്ലേ? ഓക്കെ മതി. കാരണം പറ. കാരണം പുള്ളിയുടെ ആക്ടിങ്ങും പൊളിയാണ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറൊന്നുമില്ല. നമ്മുടെ ആവിനെ വെറുതെ പൊളിയാക്കി വിടുക, അത്രേ ഉള്ളൂ. എന്താ അപ്പൊ ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുന്നത് എന്തിനാ? സപ്പോർട്ട് മീൻസ് ഹണി റോസിനെ ഇഷ്ടത്തിനൊരു കുറവൊന്നുമില്ല, പക്ഷെ ആണ് ഇതാണ് കാര്യം. എനിക്ക് ഭയങ്കര ഫാനാണ്. ബോച്ചനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. നീയല്ലേ ബോച്ചനെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞു. വല്ല പുള്ളി ഷാപ്പിപ്പോ അടിപൊളിയാക്കിയിട്ടുള്ള. അങ്ങനെ പുള്ളി ഹാപ്പിയാണ്. പുള്ളി എപ്പോഴേക്കും ചിരിച്ചോണ്ടിരിക്കുള്ളൂ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബോച്ചനെ. ഓക്കെ, ഇനി ഹണി റോസ് ഫാനിനോട് പറ, നിന്റെ അഭിപ്രായം പറ. ബോച്ചനാണോ ഹണി റോസിനാണോ സപ്പോർട്ട് ചെയ്തത് മാത്രം പറയാം. ആർക്കും പറയാം. ആരെ സപ്പോർട്ട് ചെയ്യുന്ന നീ? എടാ അതല്ലേ ഞാൻ ഉദ്ദേശിച്ചേ. ആരെ സപ്പോർട്ട് ചെയ്യുന്ന ഉദ്ദേശിച്ചേ? നീ വിഷയങ്ങൾ നടന്നറിഞ്ഞ് ബോച്ച എന്താ കാരണം പറ. ബോച്ച പവറാണ്. ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യില്ലെന്നാണ് പറയുന്നത്. അപ്പൊ ഹണി റോസിനെ എനിക്ക് ഇഷ്ടമാണ്. നിനക്ക് ഇഷ്ടമാണെന്നാ? പക്ഷേ കാരണമൊന്നും എന്നോട് ചോദിക്കല്ലേ. എനിക്ക് എന്താണ് പണ്ടോട്ടെ ഭയങ്കര ഇഷ്ടമാണ്. സിനിമയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അഭിനയമൊക്കെ അടിപ്പനാണ്. പിന്നെ കാണാനും അടിപ്പനാണ്. കാണാനും അടിപൊളിയാണ്. പോലീസ് നോക്കിക്കൊണ്ട് പോകുന്നില്ലേ? പോലീസ്
വന്നിട്ടുണ്ടായിരുന്നോ? ഞങ്ങളവിടെ ഒരു മൈജി ഷോപ്പ് ഉണ്ട്. നിങ്ങളവിടെ വൈപ്പിലാണ് പെരുമ്പിള്ളി. അപ്പൊ അവിടെ ഹണി റോസ് വന്നിട്ട്, പക്ഷെ എനിക്കന്ന് കാണാൻ പറ്റില്ല. നീ വലിയ ഫാനായിട്ട് കാണാൻ പറ്റില്ല. ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് വീഡിയോ ഹണി റോസ് ഒന്ന് കാണണില്ല. കാണാൻ പറ്റട്ടെ, എന്നൊന്ന് കാണാനൊന്ന് പറയണം. ഓക്കെ, നിന്നെ കാണാമെന്ന് പറയണം. ഓക്കെ, ഷാപ്പുള്ളതുകൊണ്ടാണോ? പൈസക്കുള്ള ചാട കാണിക്കണില്ല, അതുകൊണ്ടാണ് പോച്ചനെ സപ്പോർട്ട് ചെയ്യുന്നത്. കാണുമ്പോ 1000 ചോദിക്കണമെന്നോ? അടിപൊളി. ഓക്കെടാ, മിക്കവാറും നിനക്ക് ഇന്ന് കിട്ടും തോന്നുന്നുണ്ട്. ഇപ്പൊ മറ്റേ ബോച്ചനെ അറസ്റ്റിലായ കേസൊക്കെ അറിയാലോ. അപ്പൊ ബോച്ചനാണോ ഹണി റോസിനാണോ സപ്പോർട്ട് ചെയ്തത് മാത്രം പറഞ്ഞു. ആരാന്നാണെങ്കിൽ അതിന്റെ കാരണം കൂടെ പറഞ്ഞോ. അല്ല, ആരെ സപ്പോർട്ട് ചെയ്യണെന്ന് പറഞ്ഞു. ബോച്ചനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇവിടെ വേറെ കുറെ കേസുകൾ നടക്കണ്ട. കുറച്ചുകൂടെ വോയിസിൽ പറയാമോ? കുറച്ചുകൂടെ സൗണ്ട് ഉയരട്ടെ. അല്ല, ഇവിടെ അല്ലാണ്ട് തന്നെ വേറെ കുറെ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ടല്ലോ. അതുകൊണ്ട് ബോച്ചനെ അറസ്റ്റ് ചെയ്യണ്ടെന്നായിരുന്നു ഉദ്ദേശിച്ചത്. അങ്ങനെയല്ല, പോരട്ടെ. എന്താ ഉദ്ദേശം എന്നുള്ള കറക്റ്റായിട്ട് പോരട്ടെ. ബോച്ചനെയാന്ന് പറഞ്ഞു, എന്തുകൊണ്ടാന്ന് പറ. ഒരു കാരണമില്ല എന്നെ സപ്പോർട്ട് ചെയ്യായിരുന്നു. മിക്കവാറും എയറിലാവോ? പറ, എന്തെങ്കിലും ഒരു കാരണം പറ. ബ്ലാങ്ക് ആയ പെട്ടെന്ന്. പറ, ഹണി റോസിനാണോ സപ്പോർട്ട് ചെയ്യുന്നത്? എന്താ കാരണം? പാവൂലേ ഉള്ളി, പാവാണ്, നല്ലൊരു ആളാണ്. എന്നാലും പുള്ളിയുടെ കമന്റിംഗ് ഒക്കെ നിനക്ക് ഇഷ്ടമാണ്? ഉള്ളി കാര്യമല്ലേ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. ബോച്ചനെ അറസ്റ്റ് ചെയ്തില്ല, നീ ഓപ്പോസിറ്റ് ആണ് പറഞ്ഞത്. ഹണി റോസിന് സപ്പോർട്ട് ഇല്ല. ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യില്ല. ഓക്കെ, ശരിയടാ. സപ്പോർട്ട് ചെയ്യണ ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അവിടുന്ന് വോയിസ് കേൾക്കുന്നുണ്ടല്ലേ? പറ ബോച്ച, എന്താ? അതുകൊണ്ടാണെന്നാണ് അറസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് പറയുന്നത് അല്ലെ? ബോച്ചനാണ് സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാരും. ഇതിനകത്ത് ഓപ്പോസിറ്റ് അഭിപ്രായമുള്ള ആരും ഇല്ല? എല്ലാരും ബോച്ചനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. ബോച്ചനാണോ ഹണി റോസിനാണോ സപ്പോർട്ട് ചെയ്യുന്നത്? കുഴപ്പമില്ലല്ലോ, വീഡിയോയിൽ വന്നാൽ കുഴപ്പമില്ലല്ലോ. ഓക്കെ, പറഞ്ഞോ. കപ്പിൾസ് ആണ്, എന്നാലും കുഴപ്പമില്ലാന്നില്ലേ? ഓക്കെ, ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കപ്പിൾ പറയണേ. പറഞ്ഞോ. ബോച്ചനെ ഒന്നുകൂടെ മൈക്ക് അടുപ്പിച്ചോടിക്കും. എന്താ കാര്യം? എന്താ ബാക്കിയുള്ള എന്തുകൊണ്ടും ആൾ തന്നെയാണ് നല്ലത്. അപ്പൊ ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കണതിന്റെ കാരണം എന്താ? അത് അങ്ങനെ കാണിച്ചിട്ടല്ലേ ഓരോ കമന്റുകൾ വരുന്നത്. അങ്ങനെ കാണിച്ചുകൊണ്ടാണ് അങ്ങനെ ഓരോ കമന്റ് വരുന്നത്. നമുക്ക് പറയുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, അത് കുഴപ്പമൊന്നുമില്ല. ആൾക്കാർക്ക് തോന്നുന്നു നമുക്ക് അത്ര ഇറിറ്റേറ്റ് ചെയ്ത് പറയുമ്പോൾ മാത്രം പ്രശ്നമാണ്. അതൊക്കെ അത്ര ഇറിറ്റേറ്റഡ് അല്ലാതെ പറഞ്ഞുകൊണ്ടാണ് അല്ലേ? പിന്നെ നമുക്ക് അറിയാലോ, എപ്പോഴും ആള് സംസാരിക്കുന്നത്. പക്ഷേ ബോച്ച ഹണി റോസിനെ പറ്റി മാത്രമല്ല എല്ലാരെയും പറ്റി പറയുന്നത്. അതുകൊണ്ടാണ് ബോച്ചയ്ക്ക് ഞാൻ സപ്പോർട്ട് പറഞ്ഞത്. അതുകൊണ്ടാണ് സപ്പോർട്ട് പറയുന്നത്. എല്ലാരും ഇങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് മാത്രല്ല, ആളെ എന്തുകൊണ്ടാണെങ്കിലും ആള് സഹായം കാര്യങ്ങളെല്ലാം ചെയ്യും. ഓക്കെ, എന്തായിരുന്നു പേരെന്തായിരുന്നു? ഷൈജിത്ത്. ഇയാളുടെയോ? രമ്യയുടെ അഭിപ്രായം പറ. ഒരഭിപ്രായം ഇല്ലേ? എന്തെങ്കിലും പറഞ്ഞോ? ഓരോരുത്തർക്ക് എന്തും പറയാലോ. പേഴ്സണൽ അഭിപ്രായം എന്ത് വേണേലും പറയാം. ഓക്കെ, അതുകൊണ്ട് ബോച്ചനാണോ സപ്പോർട്ട് ചെയ്യുന്നതാണ് പറയുന്നത്? രണ്ടാളെയും സപ്പോർട്ട് ചെയ്യുന്നു. ആരെ? ഒരാളെ പറ അല്ലേ? പറ. ആ ബോച്ചനെ സപ്പോർട്ട് ചെയ്യണം. ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ സപ്പോർട്ട്. ഓക്കെ, താങ്ക് യു. എവിടെ വീട്? എവിടെയാ? പാലക്കാട് അല്ലേ? പാലക്കാട് എവിടെയാ? വടക്കാഞ്ചേരി. ശരി. ഞാന് ബോച്ച സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താ? എല്ലാവർക്കും വ്യക്തിപരമായിട്ട് ഓരോ ഇതുണ്ടല്ലോ. പുള്ളിയുടെ ഫീലിങ്സ് പുറത്ത് കാണിച്ചു, അത്രേ ഉള്ളൂ. ഫീലിങ്സ്, എല്ലാ മനുഷ്യൻ ഫീലിങ്സ് ഉണ്ട്. പുള്ളി അത് പുറത്ത് കാണിച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുന്നതിന് കാരണം സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. രണ്ടുപേരും സപ്പോർട്ട് പെൺപിള്ളേരെ അവർക്ക് അവർ ആനുകൂല്യം ഉണ്ട്. അവരെന്തായാലും ഒരുപടി മുന്നേ നിൽക്കുന്നത്. പെണ്ണ് പറഞ്ഞാലേ കേൾക്കത്തില്ല എല്ലാരും. ഓക്കെ, അത്രേ ഉള്ളൂ. ബോച്ച ഹണി റോസിനെ അല്ലാത്തവരെയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതോ? ഇപ്പം അത് പുള്ളിയുടെ കാര്യം എനിക്ക് വേണം പറയാം.
സൂപ്പറാ സൂപ്പർ എനിക്കും പറയാം പുള്ളി ഇഷ്ടം പുള്ളി പറഞ്ഞു അത്രേ പുള്ളി എത്ര പറഞ്ഞു അത്രേ ഉള്ളൂ. ഓക്കെ, കേസാക്കേണ്ട ആവശ്യമില്ലായിരുന്നാ പറയുന്നത് അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം എത്ര പോരട്ടെ, പുറത്തോട്ട് വരട്ടെ? ഇല്ല, കണ്ടില്ല. ഇല്ല. ഓക്കെ, താങ്ക് യു. ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴേക്കും പോവാണ് നീ. ഇരിക്കുന്നീ. പറ, ബോച്ചനാണോ ഹണി റോസിനാണോ സപ്പോർട്ട് ചെയ്യണേ? കാരണം മൈക്ക് എടുത്തിട്ട് പറ. കാരണം അയാള് കുറെ സഹായിക്കുകയും ചെയ്യും. പിന്നീടാ നിങ്ങൾ നേരത്തെ പറഞ്ഞു, ഒന്നുകൂടെ പറയാന്ന് പറഞ്ഞിട്ട് തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. സ്റ്റൈൽ നമുക്കുണ്ട്. ബോച്ചന സെയിം സ്റ്റൈൽ തന്നെയാണല്ലോ അല്ലേ? അത്രയും പൈസയിലൊന്നും മാത്രമേ ഉള്ളൂ അല്ലേ? പോകും വരും. അതെ, സഹായിക്കുമായിരിക്കും. ബോച്ച സഹായിക്കട്ടെ. എന്തായിരുന്നു 3 പേരും എന്താ ചെയ്യുന്നേ? എന്താ പഠിക്കുന്നേ? എവിടെ പഠിക്കുന്നേ? രണ്ട് സപ്ലി മേടിച്ചിങ്ങനെ +2 സപ്ലി വാങ്ങിച്ചു. അടിപൊളി, എഴുതിയെടുത്തു. പ്ലാനിങ് ഡിപ്ലോമയ്ക്ക് ഡിപ്ലോമയ്ക്ക് കയറാ. ഓക്കടാ.